Students, good morning all and welcome to our zoology class. Today we are starting with a new topic, drugs and alcohol abuse. Okay, നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡിസീസ് ആണല്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്, എയ്ഡ്സ് ആൻഡ് ക്യാൻസർ, ദറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഡിസോർഡേഴ്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. Now we are discussing about the drugs and alcohol abuse. The importance or the relevance of this topic അല്ലേ, ഈ ടോപ്പിക്കിൻ്റെ ഒരു റെലവൻസിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഇല്ലേ? കാരണം വളരെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ യൂത്തുകളുടെ ഇടയിൽ അല്ലേ, ഒരു യൂത്തന്മാരുടെ ഇടയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രാക്ടീസാണ് നമ്മുടെ ഈ ഡ്രഗ് അബ്യൂസും ആൽക്കഹോൾ അബ്യൂസും ഒക്കെ. അതിൻ്റെ ഒരു ഹാംഫുൾ ഇഫക്റ്റ്നെസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊരു വെയ്ഗ് ഐഡിയ ഒക്കെ ഉണ്ട് അല്ലേ. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു ബാഡ് ഹാബിറ്റ് പ്രാക്ടീസിങ് ആണ്, എസ്പെഷ്യലി യൂത്തിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഹാംഫുൾ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് ആവണം. അത്തരത്തിലുള്ള പ്രാക്ടീസുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം. എന്നിട്ടൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. സോ വി ഷുഡ് നോ അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ ഗോ ടു ദ ടോപ്പിക്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡ്രഗ് അബ്യൂസ്. സോ ബിഫോർ ദാറ്റ് വി ഷുഡ് നോ വിച്ച് ഓൾ ആർ ദ ഡ്രഗ്സ് വിച്ച് ആർ കോമൺലി അബ്യൂസ്ഡ്. ഏറ്റവും അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് 3 വിഭാഗത്തിൽപ്പെട്ടവയാണ്. ആൻഡ് ദി ആർ ഒപ്പിയോയിഡ്സ്, കന്നാബിനോയിഡ്സ് ആൻഡ് കൊക്കോ ആൽക്കലോയിഡ്സ്. ഏതൊക്കെയാണ്? ഒപ്പിയോയിഡ്സ്, കന്നാബിനോയിഡ്സ് ആൻഡ് കൊക്കോ ആൽക്കലോയിഡ്സ് ആർ ദ കോമൺലി അബ്യൂസ്ഡ് ഡ്രഗ്സ്. ഇനി ഈ വിഭാഗത്തിൽപ്പെട്ട ഡ്രഗ്സ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്? ഫ്രം ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നാണ് ഇതിൽപ്പെട്ട മജോറിറ്റി ഡ്രഗ്സും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്. ചിലത് ഫംഗസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ഫംഗസിൽ നിന്ന് കിട്ടുന്നതും ബാക്കി മജോറിറ്റിയും ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും ഫോം ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നമ്മുടെ ഈ മൂന്ന് സെറ്റ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വി ക്യാൻ മൂവ് ടു ദ ഒപ്പിയോയിഡ്സ് അല്ലേ. അതിൽ ആദ്യം തന്നെ നമുക്ക് ഒപ്പിയോയിഡ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. Opioids are the drugs which bind to specific opioid receptor present in our central nervous system and gastrointestinal tract. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS അല്ലേ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്നിവയിൽ അതിൻ്റെ പ്രത്യേക റിസെപ്റ്റേഴ്സ് ഉണ്ട്, ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മുടെ ഈ ഡ്രഗ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ ബൈൻഡ് ചെയ്യുക. So these drugs get bind to the specific opioid receptors which is present in CNS as well as gastrointestinal tract. Okay, and haven't you heard about heroin? Heroin എന്ന് കേട്ടിട്ടില്ലേ? ഹെറോയിൻ പിടിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ഹെറോയിൻ വിച്ച് ഇസ് കോമൺലി കോൾഡ് സ്മാക്ക്, അതിൻ്റെ ഒരു കെമിക്കൽ നെയിമാണ്, അല്ലെങ്കിൽ കെമിക്കലി അത് ഡൈഅസറ്റൈൽ മോർഫിൻ ആണ്. ഹെറോയിൻ എന്ന് പറയുന്നത് ഡൈഅസറ്റൈൽ മോർഫിൻ ആണ്. അതിൻ്റെ ഒരു ഫീച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വൈറ്റ് കളർ പൗഡറാണ്, ഓർഡർലെസ്, പ്രത്യേക സ്മെല്ലൊന്നുമില്ല, ആൻഡ് എ ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്, അതാണ് സ്മാക്ക്. ആൻഡ് ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിന് അസറ്റൈലേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? ഈ ഡൈ അസറ്റൈൽ മോർഫിൻ ആയിട്ടുള്ള സ്മാക്ക് അല്ലെങ്കിൽ ഹെറോയിൻ ഉണ്ടാക്കുന്നത്. ഇനി എവിടെ നിന്നാണ് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്? which is extracted from the latex of poppy plant. poppy plant കേട്ടിട്ടില്ലേ? poppy plant, Papaver somniferum. ഓക്കെ, അപ്പോൾ Papaver somniferum എന്ന് പറയുന്ന പോപ്പി പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഈ മോർഫിൻ എന്ന് പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് മോർഫിൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് കൊടുക്കുന്ന ഒരു സെഡേറ്റീവാണ് അല്ലേ. അത് കേട്ടിട്ടില്ലേ? നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ പൊതുവേ പെയിൻ കില്ലറായിട്ടൊക്കെ സിവിയർ പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുക മോർഫിനാണ്. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സെഡേറ്റീവ് ഓർ പെയിൻ കില്ലറാണ്. ഓക്കെ, അതുപോലെ നമ്മൾ സർജറിക്ക് ശേഷമൊക്കെ പ്രിഫർ ചെയ്യുന്നൊക്കെ ഒരു സെഡേറ്റീവാണ് മോർഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മോർഫിൻ അസറ്റൈൽ ചെയ്തിട്ടാണ് ഡൈ അസറ്റൈൽ മോർഫിൻ ഓർ ഹെറോയിൻ ഫോം ചെയ്യുന്നത്. അതൊക്കെ ഒപ്പിയോയിഡ്സിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ആൻഡ് ഹൗ ദിസ് ഹെറോയിൻ ഈസ് ടേക്കൻ? എങ്ങനെയാണ് സാധാരണ ഹെറോയിന്
എടുക്കാറുള്ളത് 2 രീതിയിലാണ്. ഒന്നല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, ബൈ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ സ്നോട്ട് ചെയ്തിട്ടില്ലേ, ബൈ സ്നോട്ടിങ്. അതായത് മൂക്കിലൂടെ അല്ല, നമ്മൾ നോസിലൂടെ ഇൻഹെയിൽ ചെയ്തിട്ട് ആ പൗഡേർഡ് ഫോം എടുക്കുക. അപ്പോൾ സ്നോട്ടിങ്ങിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഒക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് ഈ ഹെറോയിന്. ഓക്കെ, ആൻഡ് ഹെറോയിൻ നമുക്കറിയാം ഇറ്റ്സ് എ ഡിപ്രസൻറ്റ്, ഒരു ഡിപ്രസൻ്റ് ആണ്. അതായത് ഇറ്റ് സ്ലോസ് ഡൗൺ. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബോഡി ഫങ്ഷൻസും, സാധാരണഗതിയിൽ നടക്കുന്ന എല്ലാ ബോഡി ഫങ്ഷൻസും ഒക്കെ എന്താണ്, സ്ലോ ഡൗൺ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഒരു ഡിപ്രസൻ്റ് ആണ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംസ് കന്നാബിനോയിഡ്സ്, ദ അതർ കോമൺലി അബ്യൂസ്ഡ് ഡ്രഗ്സ്. അപ്പോൾ കന്നാബിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് വിച്ച് ഇൻ്ററാക്ട് വിത്ത് കന്നാബിനോയിഡ് റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് പ്രിൻസിപ്പാലി ഇൻ ദ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ഒപ്പിയോയിഡ്സ് പോലെ തന്നെ ബ്രെയിനിലാണ് ഇതിൻ്റെയും റിസപ്റ്റേഴ്സ് ഉള്ളത്. അവിടെ വന്നിട്ടാണ് ഇതിൻ്റെ ഇൻട്രാക്ഷൻ, ഈ ഡ്രഗുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ നടക്കുക. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഇത് ഒബ്റ്റൈൻ ചെയ്യുന്നത്? നാച്ചുറലി കന്നാബിനോയിഡ്സ് ആർ ഒബ്റ്റൈൻ ഫ്രം ദ ഇൻഫ്ലോറസൻസ് ഓഫ് ദ പ്ലാന്റ് കന്നാബിസ് സറ്റൈവ. കന്നാബിസ് സറ്റൈവ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഇൻഫ്ലോറസൻസിൽ നിന്നാണ് നമ്മൾ നാച്ചുറലി കന്നാബിനോയിഡ്സ് ഒക്കെ ഒബ്റ്റൈൻ ചെയ്യുന്നത്. അതുപോലെ ദ ഫ്ലവർ ടോപ്സ്, ലീവ്സ് ആൻഡ് ദ റെസിൻ ഓഫ് കന്നാബിസ് പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് കോമ്പിനേഷൻസ് ടു പ്രൊഡ്യൂസ് മറിജ്വാന, ഹാഷിഷ്, ഷറാസ് ആൻഡ് ഗഞ്ച. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കുറേ ഡ്രഗ്സ് അല്ലേ, മറിജ്വാന, ഹാഷിഷ്, ഗഞ്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ, കഞ്ചാവ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ വേരിയസ് കോമ്പിനേഷനും ഈ പ്ലാന്റിൻ്റെ ഇൻഫ്ലോറസൻസിൽ നിന്നും, ലീഫിൽ നിന്നും, റെസിൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് കന്നാബിനോയിഡ്സ് ഡ്രഗ്സ് ആർ ജനറലി ടേക്കൺ ഇൻ ബൈ ഇൻഹൈലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഹെയിൽ ചെയ്തിട്ട് അല്ലേ, സ്മെല്ല് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അതേപോലെ ഓറൽ ഇഞ്ചക്ഷൻ വഴി നമ്മൾ വായിലൂടെ അല്ലേ, വായിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മറിജ്വാന പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ എടുക്കാറുള്ളത്. ആൻഡ് ദിസ് ആർ നോൺ ഫോർ ദർ ഇഫക്ട്സ് ഓൺ കാർഡിയോവാസ്കുലാർ സിസ്റ്റം ഓഫ് ദ ബോഡി. നമ്മുടെ കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഡ്രഗ്സൊക്കെ, ഈ മറിജ്വാനയും ഹാഷിഷും ഗഞ്ചയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിനെയാണ് കന്നാബിനോയിഡ് മോളിക്യൂൾസ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. Okay, then the third group of abused drugs are coca alkaloids or cocaine. Cocaine കേട്ട് കാണുമല്ലോ. അത് എവിടെ നിന്നാണ് ഒബ്റ്റൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻ ഫ്രം കോക്ക പ്ലാന്റ് എരിത്രോസൈലം കോക്ക വിച്ച് ഇസ് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസിൽ നിന്നും, കൊക്ക പ്ലാന്റിൽ നിന്നാണ് നമ്മുടെ ഈ കൊക്കെയിൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒബ്റ്റൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻ്റർഫേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. അല്ലേ, ഡോപ്പമൈൻ അറിയാം, നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ സിനാപ്റ്റിക് ഏരിയയിലൊക്കെ അല്ലേ നമ്മുടെ ന്യൂറൽ സിഗ്നൽസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെയാണ് നമ്മുടെ ഈ കൊക്കെയിൻ പോലെയുള്ള ഡ്രഗ്സൊക്കെ എഫക്റ്റ് ചെയ്യുക. കൊക്കെയിൻ കോമൺലി കോൾ കോക്ക് ഓർ ക്രാക്ക് ഈസ് യൂഷ്വലി സ്നോട്ടഡ്. നമ്മൾ ഈ കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്ന് പറയുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൊക്കെയിൻസൊക്കെ സ്നോട്ടിങ്ങിലൂടെ, നോസിലൂടെ ഇൻഹെയിൽ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. and it has a potent stimulating action on central nerve system, producing a sense of euphoria and increased energy. ഓക്കെ, അപ്പോൾ നമ്മളത് എടുക്കുന്നതോടുകൂടി നമ്മുടെ ഒരു സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ ഒരു പ്രത്യേക രീതിയിൽ അവർ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലും എന്താണ് നമുക്ക് ഒരു പെട്ടെന്നൊരു നല്ലൊരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു ഉണർവ് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നത്, ഒരു ഇൻക്രീസ്ഡ് എനർജി ഉള്ള ഒരു സെൻസ് അവർക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കെയിൻ കോസസ് ഹാലൂസിനേഷൻ. പക്ഷേ നമ്മളത് എക്സസീവ് എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എന്താണ് ഹാലൂസിനേഷനാണ് ഫീലിംഗ് ഉണ്ടായിരിക്കുക, അത്തരത്തിലുള്ളൊരു സെൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊക്കെയിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരു യൂഫോറിയ അല്ലേ, ഭയങ്കര ഒരു ഉന്മേഷം, ഭയങ്കര ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്സും ഒരു ഇൻക്രീസ്ഡ് എനർജിയൊക്കെ കിട്ടിയ പോലുള്ള ഒരു ഫീലിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എക്സസീവ് യൂസിൽ ഒരു ഹാലൂസിനേഷൻ, ഒരു ഭ്രമമായിരിക്കും ഫീൽ ചെയ്യുക. അതർ വെൽ നോൺ പ്ലാന്റ്സ് വിത്ത് ഹാലൂസിനോജിക് പ്രോപ്പർട്ടീസ് ആർ അട്രോപ്പ. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അത്തരത്തിലുള്ള ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി കാണിക്കുന്ന പ്ലാന്റ് സ്പീഷീസ് ആണ് ഈ ഡാറ്റൂറ പ്ലാന്റും അതുപോലെ നമ്മൾ പറഞ്ഞ അട്രോപ്പ ബെലാഡോണ എന്ന് പറയുന്ന പ്ലാന്റ് സ്പീഷീസൊക്കെ. നമുക്കറിയാം എന്താണ് ഈ കാലങ്ങളിൽ എന്താണ് കനാബിനോയിഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതും എന്താണ് സ്പോർട്സ് പേഴ്സണ് വളരെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡ്രഗാണ് അല്ലേ. സ്പോർട്സ് പേഴ്സണ് പൊതുവെ എടുക്കാറുണ്ട് അവരുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. So we have come across through the
കോമൺലി അബ്യൂസ്ഡ് ഡ്രഗ്സ് അല്ലേ, ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ് ആൻഡ് കൊക്കോ ആൽക്കലോയിഡ്സ് എന്നുള്ള 3 സെക്ഷനിൽ വരുന്ന ഡ്രഗ്സും അത് എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി അല്ലേ. Besides this opioids, cannabinoids and coca alkaloids, there are many other drugs which are also abused. അതിന് എക്സാമ്പിൾ ബാർബിറ്റുറേറ്റ്സും ആംഫെറ്റമൈൻസും ബെൻസോഡയാപൈൻസും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് പൊതുവേ അവരുടെ ഒരു മെൻ്റൽ ഇൽനെസ് അല്ലേ അതിനെ റെക്ടിഫൈ ചെയ്യാൻ, അതിനെ കോപ്പപ്പ് ചെയ്യാൻ, ഒരു ഡിപ്രഷൻ സ്റ്റേജിനൊക്കെ തരണം ചെയ്യാനും, ഇൻസോംനിയ ഉറക്കമില്ലാത്ത അവസ്ഥയിലൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡ്രഗ് കണ്ടൻ്റ് ആണ്. അപ്പോൾ അതും എന്താണ് നോർമലി അബ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, ആൻഡ് സെവറൽ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഹാവിങ് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഇൻ ഫോക്ക് മെഡിസിൻ, അതുപോലെ തന്നെ റിലീജിയസ് സെറിമണീസ് ആൻഡ് റിച്വൽസ് ഓൾ ഓവർ ദ ഗ്ലോബ്. ഓക്കെ, ചില നമ്മുടെ ഫ്രൂട്ട്സിലും സീഡ്സിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അത് എന്താണ് കാലങ്ങളായിട്ട് ഫോക്ക് മെഡിസിൻസിലൊക്കെ നമുക്കിങ്ങനെ കാലങ്ങളായിട്ട് കിട്ടുന്ന മെഡിസിൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ, അപ്പോൾ അത്തരത്തിലുള്ള ഫോക്ക് മെഡിസിൻസിലും ധാരാളം റിലീജിയസ് സെറിമണീസിലും റിച്വൽസിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ആൻഡ് വെൻ ദിസ് ആർ ടേക്കൺ ഫോർ എ പർപ്പസ് അതർ ദാൻ മെഡിസിനൽ യൂസ് ഓർ ഇൻ എമൗണ്ട്സ് ഓർ ഇൻ ഫ്രീക്വൻസീസ് ദാറ്റ് ഇമ്പയർസ് വൺസ് ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഫങ്ഷൻ. അപ്പോൾ ഒരാളുടെ സൈക്കോളജിക്കൽ, ഫിസിക്കൽ ഫങ്ഷൻസിനെയൊക്കെ ഇമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ നമ്മൾ മെഡിസിനൽ പർപ്പസ് അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അതെന്താണ് ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ഓക്കെ, കാരണം അത് നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ ഇമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒപ്പിയോയിഡ്സും കനാബിനോയിഡ്സും കോക്ക ആൽക്കലോയിഡ്സിൻ്റെയും കൂടാതെ ഇത്തരത്തിലുള്ള കുറേ ഡ്രഗ്സും നോർമലി അബ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് സ്മോക്കിംഗ് അല്ലേ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹാബിറ്റാണ് സ്മോക്കിംഗ്. ടുബാക്കോ ആണ് അല്ലേ സ്മോക്കിലുള്ള കണ്ടന്റ്. ടുബാക്കോ ഹാസ് ബീൻ യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഫോർ മോർ ദാൻ 400 ഇയേഴ്സ്. ഇത്രയും വർഷമായിട്ട് നടന്നു വരുന്ന ഒരു മാൽ പ്രാക്ടീസാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്മോക്ഡ്, ച്യൂഡ് ഓർ യൂസ്ഡ് ആസ് എ സ്നഫ്. അപ്പോൾ നമ്മുടെ ഈ ടുബാക്കോസ് അല്ലെങ്കിൽ സ്മോക്കായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ച്യൂ ചെയ്യുന്ന രീതിയിലുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നഫ് പോലെ എടുക്കുന്നതുമുണ്ട്. ടുബാക്കോ കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻക്ലൂഡിങ് നിക്കോട്ടിൻ ആൻഡ് ആൽക്കലോയിഡ്. ഓക്കെ, അതിൽ ധാരാളം എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ളതാണ് നിക്കോട്ടിൻ. നമ്മുടെ ടുബാക്കോയിലുള്ളതാണ് നിക്കോട്ടിൻ, അതൊരു ആൽക്കലോയിഡ് ആണ് അല്ലേ. നിക്കോട്ടിൻ എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്? നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ്സ് അഡ്രിനൽ ഗ്ലാൻഡ് ടു റിലീസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ, both of which rise blood pressure and increase heart rate. അപ്പോൾ നിക്കോട്ടിന് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അഡ്രിനാലിനും അതേപോലെ നോർ അഡ്രിനാലിൻ അല്ലേ, എമർജൻസി ഹോർമോൺ ആയിട്ടുള്ള അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെ ബ്ലഡ് സർക്കുലേഷനിലോട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അതെന്താണ് നമ്മുടെ ബ്ലഡ് പ്രഷർ റൈസ് ചെയ്യും, അതേപോലെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് സ്മോക്കിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസേഴ്സ് ഓഫ് ലങ്, യൂറിനറി ബ്ലാഡർ ആൻഡ് ത്രോട്ട്, ആൻഡ് ഓൾസോ ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രിക് അൾസർ എക്സെട്ര. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസാണ് അല്ലേ. ഒരുപാട് കാര്യങ്ങളാണ് ഈ സ്മോക്കിങ്ങിലൂടെ വരാനുള്ള സാധ്യത. ലങ് ക്യാൻസറും യൂറിനറി ബ്ലാഡറിനും ത്രോട്ടിനും ഒക്കെ ക്യാൻസർ വരാം, ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാം, കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രിക് അൾസർ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് കോസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ്. Tobacco chewing is associated with increased risk of cancer of the oral cavity. ഓറൽ ക്യാവിറ്റിയിൽ അല്ലേ വായിൽ ക്യാൻസർ ഉണ്ടാവാൻ അതും വലിയൊരു കാരണമാണ് നമ്മുടെ ഈ ടുബാക്കോ ച്യൂയിങ് കൊണ്ട്. And we should know that smoking increases carbon monoxide content in blood അല്ലേ. നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ആൻഡ് റിഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹീം ബൗണ്ട് ഓക്സിജൻ. നമുക്ക് അറിയാമല്ലേ, ഓക്സിജനെ ബൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഹിമോഗ്ലോബിൻ മോളിക്യൂളാണുള്ളത്, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയും കാർബൺ മോണോക്സൈഡ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുക നമ്മുടെ ബ്ലഡിൽ. സോ ദിസ് കോസസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദ ബോഡി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സർക്കുലേറ്റിംഗ് മീഡിയം ബ്ലഡ് ആണ്. അപ്പോൾ ബ്ലഡിൽ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്ന ഹീമിൻ്റെ പാർട്ടൊക്കെ കുറവായിരിക്കും, ഓക്സിജനും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദ ഹോൾ ബോഡി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്മോക്കിംഗ് എന്നുള്ളൊരു ബാഡ് ഹാബിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ധാരാളം ഹെൽത്ത് ഇഷ്യൂസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും അല്ലേ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ളൊരു സ്മോക്കിംഗ് എന്ന് പറയുന്ന ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. യൂത്തിൻ്റെ കേസിലും ഓൾഡർ ആയിട്ടുള്ള പീപ്പിൾസും അതുപോലെ ഈവൻ അഡോളസൻസിൻ്റെ ഇടയിൽ വരെ
തരത്തിലുള്ള ഒരു ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമ്മുടെ ഡ്യൂട്ടിയാണ് അവരെ വോൺ ചെയ്യണം. നമുക്കറിയാം, ഒരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കും അല്ലേ ഒരു വാർണിംഗ്, ദാറ്റ് ഈസ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോഴൊക്കെ നമ്മൾ അത് വാൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായി കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഈവൻ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ, ആ ഒരു ഹാബിറ്റിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനും മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള ഡ്രഗ് അബ്യൂസുകളൊക്കെ നമ്മുടെ ബോഡീനെ വളരെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അപ്പം ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു കൗൺസിൽ ദം ഓർ ടു ഗൈഡ് ദം ആൻഡ് ടു make them to lead a happy and a healthy life. Clear ayo? We have got an idea regarding the topic drugs and alcohol abuse and how it affects our human body and which all are the common drugs that are abused എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിമൈനിങ് പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് കവർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.